ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സാധ്യത ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കുറച്ചു നേരമായിട്ട് ആഫ്രിക്കയിലെ ഡാൻസും പാട്ടൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പൊതുയോഗമാകുമ്പോൾ ഔപചാരികതയുടെ പേരിലെങ്കിലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും, പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്ന എളിയ കർത്തവ്യം എന്നെ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. കോട്ടപ്പടി ഇടവകയിലെ ചുങ്കത്ത് വർദ്ധനയുടെയും ത്രേസ്യയുടെയും മകളായ സിസ്റ്റർ ടോംസി, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ലില്ലിയാൻഡി സമർപ്പിത ജീവിതത്തിന്റെ 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ വേളയിൽ ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി തന്നോട് സഹകരിച്ചവർക്ക്, തന്നെ സഹായിച്ചവർക്ക്, തന്റെ സമർപ്പിത ജീവിതത്തിനെ വെളിച്ചമേകിയവർക്കൊക്കെ നന്ദി പറയുന്നതിന് കൂടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഒറ്റ വാക്കിൽ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയപ്പെടുന്നത് പ്രിയപ്പെട്ട സിസ്റ്റർ ടോംസിയാണ്. കഴിഞ്ഞ 50 വർഷക്കാലം തന്റെ സമർപ്പിത ജീവിതത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനും ആദ്യത്തെ 25 വർഷക്കാലം തൃശൂർ അതിരൂപതയിലെ വിവിധ വിദ്യാലയങ്ങളിൽ, FCC കോൺഗ്രിഗേഷനിലെ വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി, അവരെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുന്നതിനോടൊപ്പം തന്നെ മൂല്യബോധമുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് 25 വർഷക്കാലം FCC കോൺഗ്രിഗേഷന്റെ വിവിധ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുകയും അതിനുശേഷം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മേഖലയായ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലമായി ആഫ്രിക്കയിലെ കെനിയയിൽ വിവിധ മഠങ്ങളിൽ ജോലി ചെയ്യുകയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുകയും അവിടെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും വളരെ ചുറുചുറുക്കോടുകൂടെ വളരെ ആരോഗ്യവതിയായിരിക്കുന്നതിന്റെ രഹസ്യം പ്രിയപ്പെട്ട ഏറ്റവും ഇരിക്കുന്നതിന് കാരണഭൂതനായ നല്ല ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഇന്നത്തെ യോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സിസ്റ്റർ ടോംസി തന്നെയാണ്. സിസ്റ്റർ ടോംസി തന്നെയാണ് പ്രിയപ്പെട്ട ലില്ലിയാൻഡിയെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കോട്ടപ്പടി ഇടവക അസിസ്റ്റന്റ് വികാരി, ഏറെ ബഹുമാനപ്പെട്ട ഫാദർ നോഡ്വിൻ കിഴക്കൂടൻ അച്ഛനാണ്. നമുക്ക് ഇന്നത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എത്തേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ 2 പട്ടങ്ങൾ പാവറട്ടി പള്ളിയിൽ നടക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം കുണ്ടന്നൂരും പട്ടം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. എന്തായാലും വികാരി അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഇടവകയിലെ ഒരു സമർപ്പിത ജീവിതത്തിന് തിരഞ്ഞെടുത്ത സിസ്റ്ററുടെ ജൂബിലിയിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഗോഡ്വിൻ കിഴക്കൂടൻ അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചെറിയൊരു യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജിജോ തീത്തായി അച്ഛനാണ്. ഏറെക്കാലം കെനിയയിൽ നമുക്ക് അച്ഛന്റെ പ്രസംഗത്തിൽ നിന്ന് കുർബാന മധ്യയുടെ പ്രസംഗത്തിൽ കേൾക്കാനായി സാധിച്ചു. ഏറെക്കാലം കെനിയയിൽ സിസ്റ്ററെ കൂടെ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ, അടുത്തിടപഴകാനൊക്കെ സാഹചര്യമുണ്ടായി. ബഹുമാനപ്പെട്ട ജിജോ തീത്തായി അച്ഛൻ ഇപ്പോൾ പാവറട്ടി ആശ്രമ ദേവാലയത്തിലാണ്. അതുപോലെ തന്നെ സെന്റ് ജോസഫ് കോളേജിൽ അധ്യാപകനായി സേവനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജിജോ തീത്തായി അച്ഛനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കേറെ പ്രിയങ്കരനായ ബെന്നി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗം കൂടിയാണ്. ഏത് പരിപാടി നമുക്ക് ഉണ്ടെങ്കിലും, ഇപ്പോ കോട്ടപ്പടിയിലല്ല, ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് വളരെ സ്നേഹത്തോടുകൂടെ വരികയും ഞങ്ങളുടെ ആവശ്യം നിറവേറ്റി തരികയും ചെയ്യുന്ന ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ബെന്നി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 50 വർഷക്കാലം സമർപ്പിത ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനു മുൻപും ഇവരെയൊക്കെ സഹായിച്ച ഒരുപാട് പേരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോ സിസ്റ്റർ ടോംസി ആയിരിക്കുന്ന പുഷ്പാലയ മഠത്തിലെ സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പുഷ്പാലയത്തിലേക്ക് ചെല്ലുമ്പോൾ
ഏറെ സ്നേഹത്തോടുകൂടെ ഞങ്ങളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റർ മെർലിൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സിസ്റ്റർ മെർലിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 50 വർഷം സമർപ്പിത ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അതിനു മുൻപേയുള്ള സ്വന്തം വീട്ടിലെ ജീവിതത്തിലും അവരോടൊക്കെ താങ്ങായി നിന്നുകൊണ്ട് സിസ്റ്ററുടെ സഹോദരിമാർ സഹോദരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും കൂടെ ഈ വേദിയിലേക്ക് എത്തണമെന്നാണ് ഇതിന്റെ സംഘാടക സമിതി ആഗ്രഹിക്കുന്നത്. സിസ്റ്ററുടെ മൂത്ത സഹോദരി, അത് പ്രിയപ്പെട്ട സെലീന, എന്റെ അമ്മ കൂടിയാണ്. അമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂത്ത സഹോദരനായിട്ടുള്ള സിജോസ്, ഞങ്ങളുടെ മൂത്ത വല്യച്ഛനാണ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഈ സമർപ്പിത ജീവിതത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബം ആ കുടുംബിനി ആയിരിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ അംഗമായിരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും വെളിച്ചവും ഒക്കെ നൽകി ഈ സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകിയത് തീർച്ചയായും സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അവരെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ട ലൂസി ആന്റി, രണ്ടാമത്തെ സഹോദരി ലൂസി ആന്റിയുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിലേക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആന്റി അവിടെ താഴെ തന്നെ ഇരിക്കുകയാണ്. ആന്റിയെ വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ജോളി ചേച്ചനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ജോളി ചേച്ചനെയും വളരെ സ്നേഹത്തോടു കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ലിസ്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിസ്റ്റർ ടോംസിയുടെ ഇളയപ്പന്റെ മകളാണ്. സിസ്റ്റർ ഇപ്പൊ മണ്ണത്തിൽ സേവനം ചെയ്യുന്നു. സമരിറ്റൻ സിസ്റ്റേഴ്സിന്റെ ഭാഗമാണ്. പുല്ലൂർ മിഷൻ ആസ്പത്രിയിലും ഒക്കെ ഏറെക്കാലം സേവനം ചെയ്തിട്ടുണ്ട്. ഈ ഇടവക അംഗം കൂടിയാണ്. ഏറെ സ്നേഹത്തോടുകൂടെ സിസ്റ്റർ ലിസ്യു അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇവരുടെ കുടുംബ സുഹൃത്ത്, കോട്ടപ്പടിയിലെ കുടുംബ സുഹൃത്തും ആ വാർഡിലെ കൗൺസിലർ കൂടിയായ ശ്രീമതി മേഗി ആൽബർട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ഏതൊരു ആവശ്യത്തിനും അവരുടെ കൂടെ നിൽക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ശ്രീമതി മേഗി ആൽബർട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് LF കോളേജിലെ മുൻ സ്റ്റാഫും കൂടെയായിരുന്നു. അവരെ വളരെ സ്നേഹത്തോടു കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആഫ്രിക്കൻ മിഷനിലാണ് നമ്മുടെ സിസ്റ്റർ ടോംസി ജോലി ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചു. കഴിഞ്ഞ 25 വർഷക്കാലമായി ഇപ്പൊ അതിന്റെ പുതിയ സ്ഥാനമൊക്കെ കഴിഞ്ഞ വർഷം ലഭിച്ചു. എങ്കിലും ആ മിഷനിൽ പ്രവർത്തിക്കുമ്പോൾ ആഫ്രിക്കൻ മിഷന്റെ ഒരു പ്രതിനിധിയായി സിസ്റ്റർ ഫ്രാൻസിലിയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമർപ്പണ ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ ടോംസിക്ക് ഒരു ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സിസ്റ്റർ ഫ്രാൻസിൽ ഏറെ സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആന്റിയുടെ കൂടെ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചിരുന്നവരുമൊക്കെയായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പാലയ ഗവൺമെന്റിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റുകളിലൊക്കെ ആന്റിയുടെ കൂടെ പ്രവർത്തിച്ച സിസ്റ്റേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇതൊരു കുടുംബ കൂട്ടായ്മ കൂടിയാണ്. കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിന്റെ, ഒരു നന്ദി പറച്ചിലിന്റെ ഒരു വേദിയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് 50 വർഷക്കാലം സമർപ്പിത ജീവിതം പൂർത്തിയാക്കിയ സിസ്റ്റർ ടോംസിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിനും ഒപ്പം തന്നെ 50 വർഷക്കാലം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായിച്ച നല്ല ദൈവത്തിന് നമ്മളെ ദീപനിയിലൂടെ നന്ദി അർപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നവരൊക്കെ കൂടിയാണ് നമ്മളോട് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ലിൻസി, അതുപോലെ തന്നെ ലിൻഡ ഉൾപ്പെടെ ടോംസി ഉൾപ്പെടെ ഉള്ള സഹോദരിമാർ, ഇവരൊക്കെ ഏറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.